ഹായ് ഗെയ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സാരാംശമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്ന വ്യക്തി നാഗാർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ അതിൽ 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അകാൽ കെ ബാരെ മേ കഹ്താ ഹെ ഓർ ദൂസര അല്ലേ ഏതാണ് അകാൽ കെ ബാദ് കെ ബാരെ മേ കഹ്താ ഹെ. ഫസ്റ്റ് സെക്ഷൻ അകാലിനെ പറ്റി പറയുന്നു. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞ് അകാൽ കെ ബാദ് കെ ബാരെ മേ, അകാലിന് ശേഷം വരുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു റൈറ്ററുടെ പേര് നാഗാർജുനാണ്. ഏക കവിത, ഇതൊരു കവിതയാണ്. അതിൽ ഫസ്റ്റ് 4 ലൈൻസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൈ ദിനോം തക് ചൂൽഹ റോയ, ഒരുപാട് ദിവസങ്ങൾ വരെ ചൂൽഹ റോയ, അടുപ്പ് കരഞ്ഞു എന്ന് പറയുകയാണ്. കൈ ദിനോം തക് ചക്കി രഹി ഉദാസ്, ഒരുപാട് ദിവസങ്ങൾ വരെ അരക്കല്ല് ഉദാസീനമായി എന്ന് പറയുമ്പോൾ വിഷമിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. എന്ന് വെച്ചാൽ അവിടെ വയ്ക്കാനും അരയ്ക്കാനും ഒന്നും ഇല്ല എന്ന് കവി ഇൻഡയറക്റ്റ്ലി പറഞ്ഞു തരികയാണ്. അടുത്ത ലൈൻസിലേക്ക് നമുക്ക് പോവാം. കൈ ദിനോം തക് കാനി കുത്തിയ, ഒരുപാട് ദിവസങ്ങൾ വരെ ആ ഒരു കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി സോയി ഉൻകെ പാസ്, ആ ഒരു അടുപ്പിൻ്റെ അടുത്ത് കിടന്നു അല്ലെങ്കിൽ ഉറങ്ങി എന്ന് പറയുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ വയ്ക്കാനും കുടിക്കാനും അരയ്ക്കാനും ഒന്നുമില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. കാരണം അടുപ്പിൻ്റെ അടുത്ത് ഒരു നായക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി അവിടെ കിടക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെ വയ്ക്കാനൊന്നും ഇല്ല എന്ന് കവി ഇൻഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യുന്നുണ്ട്. കൈ ദിനോം തക് ബീത്ത് പർ ചിപ്കലിയോം കി ഗഷ്ത്, ഒരുപാട് ദിവസങ്ങൾ വരെ ബീത്ത് പർ, ചുമരിൽ, ചിപ്കലിയോം എന്ന് പറയുമ്പോൾ പല്ലികളാണ്, അങ്ങോട്ട് ഗഷ്ത് എന്ന് പറയുമ്പോൾ ചുറ്റിക്കറങ്ങുക. അപ്പോൾ കൈ ദിനോം തക്, ഒരുപാട് ദിവസങ്ങൾ വരെ ആ ഒരു നമ്മളെ ചുമരിൽ ചിപ്കലിയോം, പല്ലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ആഹാരമില്ല എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ ലൈൻസ് കഴിയുന്തോറും സാഹചര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ദാരിദ്ര്യത്തിനെ പറ്റിയിട്ട് മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് കൈ ദിനോം തക്, ഒരുപാട് ദിവസങ്ങൾ വരെ ചൂഹോം കി ബി ഹാലത്ത്, എലികളുടെ അവസ്ഥയും അല്ലെ ഷിക്കസ്ത് എന്ന് പറഞ്ഞു, അതായത് അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എലികൾക്കും അവിടെ ഭക്ഷണങ്ങളില്ലാത്തൊരവസ്ഥ. മെയിൻലി പറയുകയാണെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു വസ്തുവിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അടുത്തുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഫസ്റ്റ് 4 ലൈൻസിൽ അകാൽ കെ ബാരമ്യം, ദാരിദ്ര്യത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത 4 ലൈൻസിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ലൈന് പറയുന്നത് ദാനെ ആയ ഗർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, ധാന്യം വന്നു ഗർ കെ അന്തർ, വീടിനകത്ത്, കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കൈ ദിനോം തക്, ഒരുപാട് ദിവസങ്ങൾ വരെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ധാന്യം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് ദുവാം ഉട ആങ്കൻ കെ ഊപ്പർ, പുക ഉയർന്നു ആങ്കൻ കെ ഊപ്പർ, മുറ്റത്തിന് മുകളിൽ, കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. എന്ന് വെച്ചാൽ അവിടെ വയ്ക്കാൻ തുടങ്ങി, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി എന്നാണ് കവി പറയുന്നത്. ഇനി അടുത്തത് ചമക് ഉടി ഘർ ബർക്കി ആങ്കേം, തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഘർ ബർക്കി, വീട്ടിലുള്ള ആൾക്കാരുടെ എല്ലാം, ആങ്കേം, കണ്ണുകൾ. കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലുള്ള ആൾക്കാരുടെ കണ്ണുകളെല്ലാം തിളങ്ങാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് ഭക്ഷണം കിട്ടാൻ തുടങ്ങി എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കൗവ, കാക്കകൾ, കൗവനെ ഗുജലായി, അതായത് കാക്കകൾ ചൊറിയാൻ തുടങ്ങി. അപ്പം ഇനി പാങ്കയും, തൻ്റെ ചിറകുകൾ, കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അപ്പം മനുഷ്യന് ഭക്ഷണം കിട്ടിയപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവികൾക്കെല്ലാം ഭക്ഷണം കിട്ടി എന്നതാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പോർഷനിൽ പറയുന്ന കാര്യം അകാൽ കെ ബാദ് കെ ബാരെ മേ ബി ലേഖക് നാഗാർജുൻ കഹ്താ ഹെ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അകാൽ കെ ബാരെ മേ കഹ്താ ഹെ, ഓർ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അകാൽ കെ ബാദ് കെ ബാരെ മേ ബി കഹ്താ ഹെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാഠഭാഗത്തിൻ്റെ സാരാംശമാണ്. അപ്പോൾ ഇതിൽ വരാവുന്ന ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്ഷൻ കൊടുക്കുക അകാലിനെ പറ്റിയിട്ടോ ഓർ അകാൽ കെ ബാദ് കെ ബാരെ മേ, ഏതെങ്കിലും ഒരു സെക്ഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ സാരാംശം എഴുതാൻ പറയാം. ഓക്കെ, അതിൽ ലേഖകൻ്റെ പേര് ചോദിക്കാം, കിസ് വിധാക്കി രചന എന്ന് ചോദിക്കാം. അതുപോലെ അകാലിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അകാലിൽ കാണിച്ചു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതെന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ചിപ്കലിയോം ക ഗഷ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചൂഹോം കി ഹാലത്ത് ഷിക്കസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചൂൽഹ റോയ, ചക്കി ഉദാസ് ഹോന. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആശയം എടുക്കുന്ന സമയത്ത് ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ കവിതയുടെ ആശയം എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലേഖകൻ്റെ പേര് എഴുതി വെക്കണം.
അതുപോലെ തന്നെ കിസ് വിധ എന്നുള്ള രീതിയിൽ എഴുതി വെക്കണം. അടുത്തത് ആ ഒരു 4 ലൈൻസിൽ എന്തൊക്കെയാണ് കവി പറഞ്ഞിരിക്കുന്നത്, ഓർ ഇസ് അംശ കാ സന്ദേശ്, ഈ ഒരു അംശത്തിൻ്റെ സന്ദേശം കൂടെ നമ്മളവിടെ എഴുതി വെക്കണം. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സിൽ പറയാം. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ദെയർ ആഫ്റ്റർ ഫ്രീ ആകുമ്പോൾ അതിൻ്റെ പോയിൻറ്റഡ് നോട്ട്സ് എല്ലാം എഴുതിയെടുക്കാം. ഓക്കെ, താങ്ക് യു.